ഞങ്ങളങ്ങനെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത ശേഷം എയർപോർട്ടിനകത്തേക്ക് നടന്നു. കുറച്ചൊന്നല്ല കേട്ടോ, കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. എയർപോർട്ടിനകത്തേക്കുള്ള ബോർഡ് കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ. ഇമിഗ്രേഷൻ പ്രോസസ്സും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഗേജും കളക്ട് ചെയ്ത് എക്സിറ്റിനടുത്തേക്ക് പോയായിരുന്നു. അതുവരെ ഹാപ്പി ആയിരുന്ന രണ്ടാളും വെൽക്കം ടു മലേഷ്യ ബോർഡ് കണ്ടോടുകൂടി ഡബിൾ ഹാപ്പി ആയിട്ടോ. പിന്നെ രണ്ടുപേരും വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയായിരുന്നു. ആക്ച്വലി മെൽബണിലേക്കുള്ള ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് മലേഷ്യയിലായിരുന്നു കേട്ടോ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ദാറ്റ് ഫ്ലൈറ്റ് ഫ്രം കൊറിയ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊറിയൻസിനെയൊക്കെ നേരിട്ട് കാണുന്നത്. ശരിക്കും കൊറിയൻ മൂവീസിലെ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അവരെ കാണാനായിട്ട്. എസ്പെഷ്യലി ദിയർ വേ ഓഫ് ഡ്രസ്സിങ്സ്, ആക്സസറീസ് ആൻഡ് എവറിത്തിങ്. ഞങ്ങൾ കുറച്ച് നേരം എയർപോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ബസ് ബുക്ക് ചെയ്യാൻ പോയി. എയർപോർട്ടിൽ നിന്ന് മെട്രോയ്ക്കും ക്യാബിനും സെൻട്രൽ മാർക്കറ്റിലേക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ചീപ്പായിട്ട് തോന്നിയത് ബസ്സായിരുന്നു. സോ ഞങ്ങൾ ബസ് ബുക്ക്. ഹായ് ഗായ്സ്, ഞങ്ങൾ മലേഷ്യയിലെത്തി. പഞ്ച് പോലല്ല ചത്തിരിക്കും. ഫ്ലൈറ്റും യാത്രയും പിന്നെ പനിയും എല്ലാം കൂടെ ചത്ത്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7 o'clock ഒക്കെ ആയിട്ടുണ്ടാകും. ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയി. കറക്റ്റ് ബസ് എത്തുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ എഴുന്നേറ്റായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ചൈനീസ് ചേച്ചിയായിരുന്നു. ഷി ഹാസ് എ സ്മോൾ ക്യൂട്ട് ഐസ്. ഇതൊക്കെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്ക്. അങ്ങനെ ഒരു 1 hour or 2 hour ജേണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിലെത്തി. ഞങ്ങൾ രണ്ടുപേരും തനിയെ മലേഷ്യയിലെത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം തനിയെ ലേൺ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പലരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫസ്റ്റ് ടൈം മലേഷ്യ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടാളും നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ചുമ്മാ ഇങ്ങനെ നടന്നു കണ്ടു. റോഡൊക്കെ ക്രോസ് ചെയ്യാൻ ബട്ടൺ പ്രസ് ചെയ്യണം. ഞങ്ങൾ അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങളെ ഹോട്ടലിൽ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ പാകിസ്ഥാൻകാരനായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഗ്രാബ് ബുക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് പോയി. ബുക്ക് ചെയ്തിരുന്നത് പസഫിക് എക്സ്പ്രസ് ഹോട്ടലാണ്. ഞങ്ങളങ്ങനെ ഹോട്ടലിലേക്ക് കയറി കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.